ഉരുൾപൊട്ടലിനെ തുടർന്ന് മീനച്ചിലാർ കരകവിഞ്ഞപ്പോൾ പാലാ നഗരം വെള്ളത്തിനടിയിലായി. പാലാ ഇരാറ്റുപേട്ട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നാശനഷ്ടമുണ്ടായി. കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ മീനച്ചിലാറും കരകവിഞ്ഞു. പുലർച്ചെ 3 മണിയോടെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയപ്പോൾ പനയ്ക്കപ്പാലത്തും മൂന്നാനിയിലുമാണ് ആദ്യം വെള്ളം കയറിയത്. ഇതോടെ പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഗതാഗതം നിലച്ചു. പിന്നീട് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ഭാഗത്തു നിന്ന് വെള്ളപ്പാച്ചിൽ ശക്തമായതോടെ പാലാ ടൗണിലെ പ്രധാന റോഡും റിവർബി റോഡും വെള്ളത്തിനടിയിലായി. വെള്ളം കയറാൻ ആരംഭിച്ചതോടെ പാലായിൽ വെള്ളം കയറാനിടയുള്ള വ്യാപാര സ്ഥാപന ഉടമകൾ സാധനങ്ങൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. റിവർബി റോഡിന് സമീപത്തെ ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. കൊല്ലപ്പള്ളി, മുത്തോലി മേഖലകളിലും വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത കാലത്ത് എങ്ങും ഉണ്ടാകാത്ത രീതിയിൽ മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നതായി സേവ് മീനച്ചിലാർ സന്നദ്ധ പ്രവർത്തകനായ മനോജ് മാത്യു പാലക്കാരൻ പറഞ്ഞു. സംഭവിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ നമുക്ക് പാലാ മീനച്ചിലായിട്ട് നമുക്ക് 5.5 അടി വെള്ളം ഉള്ളായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ 6 മണി ആയപ്പോഴത്തേന് അത് 19 അടി വെള്ളമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം മീനച്ചിലാറ്റിലിങ്ങനെ മീനച്ചിലാറ്റിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കമ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇടത്തോട് ലാലന്തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ലാലന്തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഉണ്ടായേക്കുന്നത്. സോ ഉരുൾപൊട്ടലും വന്നു. ഇത്ര ഏരിയ അതിശക്തമായ മഴ കിട്ടിയേക്കുന്നത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഈ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായേക്കുന്നത്. 2018 നമുക്ക് ജൂലൈ മാസത്തിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. രാത്രി മുഴുവൻ മഴയായിരുന്നു. രാവിലെ കച്ചവടക്കാരൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ പാലാ കുരിശുപള്ളിയുടെ മുമ്പ് 11 നടക്കലാണുള്ളത്. 2018 നമുക്ക് ഒരു നടക്കലല്ല വെള്ളം കയറിയിരുന്നത്. 2020 നമുക്ക് 3 നടക്കല വെള്ളം കയറി. പിന്നെ ഈ തവണത്തെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 എന്തേരം വെള്ളം ഭരണങ്ങാനം ഭാഗത്ത് വന്നു അത്രയും വെള്ളമാണ് ഇന്നലെ രാത്രി കൊണ്ട് ഭരണങ്ങാനം ഭാഗത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരടിയോളം വെള്ളം ഇനിയിപ്പോൾ ഉള്ളതിനേക്കാളും പാലായിൽ കൂടാൻ നല്ല സാധ്യതയാണുള്ളത്. പാലായിലെ റോഡുകളിൽ വെള്ളം കയറിയതോടെ ബസ് സർവീസുകളും നിലച്ചു. വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു. പലയിടത്തും വൈദ്യുതി ബന്ധവും നിലച്ചു. പാലാ നഗരസഭാ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇതേ തുടർന്ന് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തുന്നവർക്കായി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ മായ രാഹുലും കൗൺസിലംഗങ്ങളും പറഞ്ഞു. മാണി സി കാപ്പൻ MLAയും ദുരിതാശ്വാസ ക്യാമ്പും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും തീരപ്രദേശങ്ങളുള്ളവർ ശ്രദ്ധിക്കണമെന്നും MLA പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ മഴ കുറയുമ്പോൾ ജലനിരപ്പ് താഴുമെങ്കിലും പാലായിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് മൂലം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 അടി മാത്രമുണ്ടായിരുന്ന ജലനിരപ്പ് ശനിയാഴ്ച പുലർച്ചെ 20 അടിയായി ഉയർന്നപ്പോൾ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ തുടരുകയാണ്. കനത്ത മഴ തുടർന്നില്ലെങ്കിൽ വെള്ളം ഇറങ്ങി തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാന റോഡുകളിൽ പലയിടത്തും അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. KSRTC ഭാഗത്തും റിവർബി റോഡിലും മെയിൻ റോഡിലും കട്ടക്കയം റോഡിലും എല്ലാം റോഡ് വെള്ളത്തിനടിയിലാവുകയും റിവർബി റോഡിനോട് ചേർന്ന ലാലം തോടും നിറഞ്ഞു കവിയുകയും ചെയ്തതോടെ നഗരവും പരിസരവും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. ഇതോടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തവരും വീടുകളിൽ തിരികെ എത്താൻ കഴിയാത്തവരും ഏറെയാണ്. മുനിസിപ്പൽ കൗൺസിലർമാരായ ഷാജു തുരുത്തിൻ്റെയും ബെറ്റി ഷാജുവിൻ്റെയും വീട്ടിലും വെള്ളം കയറി. അടുത്ത കാലത്തൊന്നും കാണാത്തത്ര വലിയ വെള്ളപ്പൊക്കമാണ് പാലാ നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. വെള്ളപ്പൊക്കം കാണാനും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം ബാധിക്കാത്തവർക്ക് മീനച്ചിലാർ കവിഞ്ഞൊഴുകുന്ന കാഴ്ച കൗതുകമാവുമ്പോൾ നിരവധി ആളുകളാണ് കാഴ്ച കാണാനെത്തിയത്. പാലായുടെ സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളപ്പൊക്കം ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. മുത്തോലി, ചേർപ്പുങ്കൽ, കിഴങ്ങൂർ മേഖലകളിലും മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.